കൊച്ചിയിൽ നമ്മുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. മുരളി ലോഡ്ജിൽ നിന്ന് കിട്ടിയ മൊബൈലിൻ്റെ സിം കാർഡ് ഡീകോഡ് ചെയ്തപ്പോൾ ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സിമ്മിൻ്റെ ഒറിജിൻ ശ്രീനഗറാണ്. Excuse me. Okay. Most of the outgoing and incoming calls are either ISD or STDs. പക്ഷെ ഒരേ ഒരു കോൾ മാത്രം കൊച്ചിയിൽ നിന്ന്. ജസ്റ്റ് ഓൺ കോൾ. വൺ ഇൻകമ്മിങ് കോൾ. ഫ്രം 0484-257-9393 എന്ന BSNL ലാൻഡ് ഫോണിൽ നിന്ന്. ആ ലാൻഡ് ഫോണിന്റെ ഉടമസ്ഥൻ വൺ ഇസ മുഹമ്മദ് ഹാജി. ആ പേര് വളരെ പോപ്പുലർ ആണല്ലോ. യെസ് ഫസൽ, ഹി ഈസ് വെരി പോപ്പുലർ, ഹി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഹി ഈസ് വെരി പവർഫുൾ. അയാളെ ഒന്ന് ചോദ്യം ചെയ്താലോ? എന്തിന്? അയാൾക്കും ടെററിസ്റ്റുകൾക്കും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? സമുദായ നേതാവും പ്രമാണിയുമായ അയാളുടെ വീട്ടിൽ പ്രതിദിനം അനവധി പേർ വന്നു പോകുന്നുണ്ടായിരിക്കാം. അവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഹാജിയുടെ ഫോൺ ഉപയോഗിച്ചതാണെങ്കിൽ, ഇത് ഞാൻ പറയുന്നതല്ല, അയാൾ അങ്ങനെ ഒരു ഡിഫൻസ് കൊണ്ടുവന്നാൽ വി ഹാവ് നോ ആൻസർ. ആദ്യമായിട്ടാണ് ഇസ മുഹമ്മദ് ഹാജി എന്ന പേര് നമ്മൾ കേൾക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിനിടയിൽ ആ പേര് വീണ്ടും കേൾക്കാനിടയായാൽ നോ ഡൗട്ട് വി വിൽ ബുക്ക് ഹിം. ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊച്ചിയിലെത്തി. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം? ഐ ഹാവ് എ പ്ലാൻ. നിരോധിക്കപ്പെട്ട മതമൗലികവാദ സംഘടനകളിലും തീവ്രവാദ സംഘടനകളിലും പണ്ട് ആക്റ്റീവായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണം. എസ്പെഷ്യലി യൂത്ത്സ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സമീപകാലത്തോ പണ്ടോ ജാമ്യം നിന്നവർ, കേസ് വാദിച്ച വക്കീലന്മാർ, അവരെ ജയിലിൽ പോയി സന്ദർശിച്ചവർ, അവരുടെ വിവരങ്ങളും ശേഖരിക്കണം. അല്പം ബുദ്ധിമുട്ടാണ്, എങ്കിലും ശേഖരിക്കാം സർ. അതുപോലെ അടുത്ത കാലത്ത് നടന്ന വാഹന കച്ചവടങ്ങൾ, എസ്പെഷ്യലി ഓൾഡ് മോഡൽ കാറുകൾ, വാനുകൾ, ആ വിവരങ്ങളും ലഭ്യമാക്കണം. ഒരു കാർ ബോംബ് അല്ലെങ്കിൽ വാൻ ബോംബ്? യെസ്. ലെറ്റ് us not spare anything. അവസാനമായി, നഗരത്തിൽ നിന്ന് അല്പം മാറി അടുത്ത കാലത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട വീട് ഏതെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ? അതും അന്വേഷണത്തിൽ വരണം. ഇത്രയും ഡീറ്റെയിൽസ് ഒരാഴ്ചക്കകം കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കാം സർ. അതെ, ഭക്ഷണം റെഡി ആയിട്ടോ. ആ, ഇപ്പൊ ചായ കുടിച്ചുള്ള മണി കുറച്ച് കേട്ടെ. അതെ, അമ്മണി കുറച്ചാൾ ഞങ്ങളെ സഹിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടും. കൂടിയില്ലെങ്കിൽ അമ്മണിക്ക് പരാതിയുള്ളൂ സാർ. അതെ, മിസ്റ്റർ അശോകന് എന്റെ ബ്രാഞ്ചിലെ അക്കൗണ്ട്. അയാളുടെ മകൾ മധുവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഒരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. എന്ത് കോംപ്രമൈസ്? ഞാനും അശോകനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അമ്മണിയോട് ആരാ പറഞ്ഞ? അല്ലാതെ പോലീസ് സ്റ്റേഷനുണ്ടായ സംഭവം ഞാൻ ചുമ്മാ അമ്മണിയോട്. പറ, ഞാൻ കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. ശ്രമിക്കണ്ട എന്ന് ഞാൻ പറയില്ല. അതെന്താ? എന്നെ അറിയാമെന്ന് പറഞ്ഞ അമ്മണിയുടെ ബാങ്കിലെ ജോലി വരെ ക്ലോസ് ആയി പോകും. വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്? പോയി ഭക്ഷണം എടുത്തു വയ്ക്ക്. അതൊന്നും അങ്ങനെ തീരുന്ന കാര്യമല്ലടോ. ഹലോ, അതെ, ആരാ? മുരുകനാണ് സർ. കാണാം സർ, ഞാൻ വരാം സർ. ഓക്കെ സർ, ഓക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വലിയ കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത്. വാ, വേഗം വിട്. അവർ വരുന്നുണ്ട്. നമ്മുടെ നേർക്കാ വരുന്നത്. റാസ്കൽ. ടിപ്പർ ഓടിച്ചിരുന്നത് അതിന്റെ ഓണറോ ഡ്രൈവറോ അല്ലെന്ന് ഉറപ്പ്.
നടന്നത് ആക്സിഡന്റും അല്ല, സംഭവം കരുതിക്കുട്ടി തന്നെയാണ്. ഇനി ചിലപ്പം പറ ആരാത് ചെയ്തത്. സാർ ഈ സ്ക്രാപ്പ് കൊണ്ടോ 10,000 ടിപ്പ് ലോറി ഉണ്ട് ഇവിടെ. ഞാൻ ആരെ പറയാനാ? പിന്നെ ഞാൻ ഈ പോലീസ് ഇൻഫോമർ പണി നിർത്തി. അതെന്താ? നിർത്തി അത് തന്നെ. ആ ജീപ്പിലിരിക്കുന്ന ആരാന്നറിയോ? പുതിയ AC ബാബ കല്യാണി. പഴയ AC അലക്സാണ്ടർ സാറിനെ പോലല്ല. പിന്നെ താൻ ചെയ്യുന്ന അത്ര വൃത്തിയുള്ള ബിസിനസ് ഒന്നുമല്ല. മോഷ്ടിച്ച സാധനങ്ങൾ വരെ താൻ ഇതിനകത്ത് വിൽക്കുന്നുണ്ട്. ഞാൻ ചോദ്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മൂപ്പര് ചോദ്യം ചെയ്യുന്നു. പേടിപ്പിക്കല്ലേ, എന്നെ പേടിപ്പിക്കാൻ നിക്കല്ലേ. ക്രിസ്മസ് വരുമ്പോ പോത്തും പോർക്കും പോയ AC-ക്ക് കാഴ്ച വെക്കണം, ഇയാൾക്ക് ഓണത്തിന് കാഴ്ച വെക്കണം. അത്ര തന്നെ വ്യത്യാസം. എന്താടാ? ഓണത്തിന്? ഓണത്തിന് ഓണത്തിന് കണ്ണി കൂടെ പൊന്നീച്ച പറക്കുന്ന കാണോടാ റാസ്കൽ. അയ്യോ 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 അയ്യോ. ഇവരൊരു പുല്ലും പറയണ്ട. പോടോ. ഇവരും വല്ലതും കെട്ടിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കണോ? ജോസേ, സാർ ഞാൻ പറയാം സാർ, ഒരു ന്യൂസ് ഉണ്ട്, പോകരുത്. ഞാൻ പറയാം സാർ, ഒരു മിനിറ്റ് സാർ. ആ ആരൊക്കെ? പുലി അലിയും മുരുകനുണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? ആ മാർക്കറ്റിലെ എടോ പറയടോ. ഉറപ്പാണല്ലോ സാറേ, മാർക്കറ്റിലെ പുലിമുരുകനും പുലി അലിയാ.